ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? ഹിമാലയൻ 450യുടെ ഒരു റൈഡ് റിവ്യൂ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് റോഡ് പെർഫോമൻസ് നോക്കുമ്പോൾ പഴയ ഹിമാലയൻ 411 കുറച്ചും കൂടി ബെറ്റർ ആണ്. ടോട്ടൽ ടോർക്കിൻ്റെ 90%, അതായത് ഓൾമോസ്റ്റ് 36 Nm ടോർക്കും 3000 RPM കിട്ടുമെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. പക്ഷേ ഇതേ 3000 RPM റേഞ്ചിൽ 27 Nm ടോർക്ക് മാത്രമേ നമുക്ക് പഴയ 411 എഞ്ചിന് കിട്ടുന്നുള്ളൂ. റോയൽ എൻഫീൽഡ് പുറത്തുവിട്ട ടോർക്ക് കമ്പാരിസൺ നോക്കിയാലും ഒരു 2200-2300 RPM റേഞ്ചിൽ കൂടുതൽ ടോർക്ക് തരുന്നതും പുതിയ എഞ്ചിൻ തന്നെയായിരിക്കും. പക്ഷേ എന്നിട്ടും ലോ ആൻഡ് ടോർക്ക് 411 ബെറ്റർ എന്ന് പറയുന്നതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത്, അതും കുറച്ച് എക്സ്ട്രീം ഓഫ് റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ 2000 RPM താഴെ അല്ലെങ്കിൽ 20 kmph താഴേക്കായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ 2 വണ്ടികളും ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ലോ സ്പീഡിൽ കൂടുതൽ ട്രാക്റ്റബിലിറ്റി ഉള്ളത് പഴയ എഞ്ചിനാണ്. 20 kmph താഴെ നമുക്ക് സെക്കൻഡ് ഗിയറിലിട്ട് 411 ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഗിയർ ഷിഫ്റ്റിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ പുതിയ എഞ്ചിനിൽ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ 20 kmph മേലെ പോകണം. അതും ഒരു 2500 RPM റേഞ്ചിൽ എത്തുകയും വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പഴയ എഞ്ചിനായിരിക്കും ഓഫ് റോഡ്സിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നത്. എന്ന് വെച്ച് 450യുടെ ലോൻ്റെ മോശമൊന്നുമല്ല. ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് റോഡിൽ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോണ്ട CB350 30 Nm ടോർക്ക് 3000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം റോയൽ എൻഫീൽഡ് 350cc എഞ്ചിനാണെങ്കിൽ 27 Nm ടോർക്ക് 4000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫിഗേഴ്സ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും CB350ക്കാണ് കൂടുതൽ ലോ ആൻഡ് ടോർക്ക് ഉള്ളതെന്ന്. പക്ഷേ ഓടിക്കുമ്പോഴാണ് മനസ്സിലാവുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. പിന്നെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റേത് ADVs എടുത്താലും പുതിയ ഹിമാലയൻ തന്നെയായിരിക്കും ലോ ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്കോർ ചെയ്യുന്നത്. സോ 411 കമ്പയർ ചെയ്യുമ്പോൾ 450യുടെ ലോ ആൻഡ് ഡീസൻ്റ് ആണ്, ബട്ട് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. 411 ഇല്ലാതിരുന്ന ആ ഒരു ടോപ്പ് ആൻഡ് പെർഫോമൻസും എക്സെപ്ഷണൽ ആയിട്ടുള്ള മിഡ് റേഞ്ച് പെർഫോമൻസാണ് പുതിയ ഹിമാലയൻ തരുന്നത്. അപ്പോൾ എഞ്ചിനിൽ ഈ ഒരു ക്യാരക്ടർ ഡിഫറൻസ് വന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലോങ് സ്ട്രോക്ക് എഞ്ചിനിൽ നിന്ന് ഷോർട്ട് സ്ട്രോക്കിലേക്ക് മാറി. ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ എഞ്ചിൻ എന്ന് പറയാം. ഈ സ്ക്വയർ എഞ്ചിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെയും ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ ഒരു ക്യാരക്ടർ അതിലുണ്ടാവും. അതായത് ലോ, മിഡ് ആൻഡ് ടോപ്പ് എൻഡിൽ ഈ എഞ്ചിൻ പെർഫോമിംഗ് ആയിരിക്കും. സോ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ എഞ്ചിന് കിട്ടിയിരിക്കുന്നത്. ഡീസൻറ്റ് ലോ എൻഡ്, വെരി ഗുഡ് ടോപ്പ് എൻഡ് ആൻഡ് എക്സെപ്ഷണൽ മിഡ് റേഞ്ച്. സോ സെക്കൻഡ് ഹാൻഡ് 411 എടുക്കണോ അതോ പുതിയ 450 എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പുതിയ 450 എടുക്കുന്നതിനായിരിക്കും ബെറ്റർ. കാരണം 411 ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ള വണ്ടിയായിരുന്നു. എക്സ്ട്രീംലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബൈക്ക് ഭ്രാന്തന്മാരെ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള വണ്ടി കൊടുക്കാനും ചാൻസ് ഇല്ല. പക്ഷേ 450 എന്ന് പറയുന്നത് പെർഫോമൻസും ക്വാളിറ്റി കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നിലാണ്. ഈ അടുത്തോടിച്ച വണ്ടികളിൽ എനിക്ക് ഓൺ ചെയ്ത കൊള്ളാമെന്ന് തോന്നിയ ഒരു വണ്ടിയും 450 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ അഡ്വഞ്ചർ 390X ഓൾമോസ്റ്റ് ഫിക്സ് ആയി. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് ഹിമാലയൻ എടുക്കണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അതിൻ്റെ വെയിറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹിമാലയൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. ഈ എഞ്ചിൻ കുറേ കൂടെ ട്രാക്റ്റബിൾ ആണ്. അതായത് 390 കമ്പയർ ചെയ്യുമ്പോൾ സിറ്റീസിലൊക്കെ നമുക്ക് ഈ വണ്ടി കുറേ കൂടെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓഫ് റോഡ്സിലും ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ഇതിൻ്റെ വെയിറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഫുഡ് അങ്ങ് കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എനിക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പാർക്ക് ചെയ്യാനും വണ്ടി ഉരുട്ടിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. 390Xലോട്ട് വരുമ്പോൾ വെയിറ്റിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓൾമോസ്റ്റ് 20 kg വെയിറ്റ് കുറവാണ്. സോ വെയിറ്റ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ ക്യാരക്ടർ ആയിരിക്കണം ഇതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ. സിറ്റിക്കകത്ത് ടെസ്റ്റ് റൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് വണ്ടിയുടെ എഞ്ചിൻ ക്യാരക്ടറാണ് നിങ്ങളുടെ റൈഡിംഗ് സ്റ്റൈലിനെ സ്യൂട്ട് ആകുന്നതിനെ പറ്റി ഒരു ക്ലിയർ റൈഡിംഗ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനി സീറ്റ് ഹൈറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 825 mm ആണ്. എൻ്റെ ഹൈറ്റ് 174 cm ആണ്. അപ്പോൾ എനിക്ക് 2 ഫുട്ട് ഈസിലി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. 170ക്ക് താഴേക്കാണെങ്കിൽ നിങ്ങൾ ലോവർ സീറ്റ് ഹൈറ്റ് ഓപ്ഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. ലോവർ സീറ്റ് ഹൈറ്റ് ഓപ്ഷൻ വെച്ചാലും 160-165 cm ചിലപ്പോൾ ടിപ്ടോ ചെയ്യേണ്ടി വരും. ഓരോരുത്തരുടെ ഇൻസീം ലെങ്തിനനുസരിച്ച് ഇതിൻ്റെ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ടെസ്റ്റ് റൈഡ് എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഇനി പാഷൻ പ്രോ അല്ലെങ്കിൽ പൾസർ 150 പോലുള്ള വണ്ടികളിൽ നിന്ന് ഹിമാലയനിലോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു കമ്മ്യൂട്ടർ അല്ലെങ്കിൽ ചെറിയ വണ്ടി നമ്മൾ വലിയൊരു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. വണ്ടിക്ക് ഒരു ബ്രേക്കിംഗ് പീരീഡ് ഉള്ളതുപോലെ തന്നെ നമുക്കും ആ ഒരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചാടിക്കയറി വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാതെ പയ്യെ വണ്ടിയായിട്ട് അഡ്ജസ്റ്റ് ആവുക. വണ്ടി ടോട്ടലി നമ്മുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റിനെ പറ്റി പ്രോപ്പർ ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാവൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതുവരെ ഒരു ഓഫ് റോഡ് പോയിട്ടില്ല. പക്ഷേ വണ്ടി എടുത്ത് ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ നിങ്ങൾ ഒരു എക്സ്ട്രീം ഓഫ് റോഡൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. സോ ഇനിഷ്യൽ ഡേയ്സിൽ വണ്ടിയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഹൈവേ പെർഫോമൻസ് അല്ലെങ്കിൽ ഓഫ് റോഡ് പെർഫോമൻസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. പിന്നെ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട എല്ലാ മെയിൻ്റെനൻസും ഓണേഴ്സ് മാനുവലിൽ തന്നെ ഉണ്ടാവും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യം, വണ്ടിയിൽ നമ്മൾ മുടക്കുന്ന ഒരു എമൗണ്ട്, അതായത് ഫ്യൂൽ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടൊക്കെ പഴയ വണ്ടിയിലുള്ളതിനേക്കാളും ഇരട്ടി അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് ഹോണ്ട ഹൈനസ് ആണോ ഹിമാലയൻ ആണോ എന്ന് അനന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ട്രാവലാണ് നിങ്ങളുടെ മെയിൻ പർപ്പസ് എന്നുണ്ടെങ്കിൽ ഹിമാലയൻ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് ഒന്നിനെ പറ്റിയും ബോധമാവാതെ എവിടെ വേണമെങ്കിലും പോകാം. ട്യൂബ്ലെസ് സ്പോക്ക്ലെസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് പാക്കേജ്. ഹൈവേ ടൂറിംഗ് അഡിക്കേറ്റുള്ള പവർഫുൾ പെർഫോമൻസ്, ഓഫ് റോഡ് കാപ്പബിലിറ്റീസ്, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ വൈഡായിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക്, ഇതൊന്നും ഹോണ്ട CB350 നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഫസ്റ്റ് ബാച്ച് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിഷ്യൽ ബാച്ചസുള്ള വണ്ടികൾക്ക് ചെറിയ ഇഷ്യൂസ് വരുന്നത് കോമൺ ആണ്. ചിലതിന് സൊല്യൂഷൻസ് പെട്ടെന്ന് കിട്ടും, ചിലതിന് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അതിപ്പോൾ റോയൽ എൻഫീൽഡ് എന്നല്ല, ഏത് ബ്രാൻഡ് പുതിയ വണ്ടി ഇറക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് വണ്ടി എടുക്കുന്നത് ഡിലേ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്നേ പറയൂ.
അതുപോലെ ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ അതിലൊക്കെ മെമ്പറായി കഴിഞ്ഞാൽ ഇനിഷ്യൽ ഡേയ്സിൽ ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ക്ലിയർ ഐഡിയ കിട്ടും. ഇനിഷ്യൽ ബാച്ചസിലുള്ള വണ്ടികൾക്ക് വരുന്ന ഇഷ്യൂസ് കൂടുതലും ടെക്നിക്കലാണ്. മീറ്റർ കൺസോൾ, സെൻസേഴ്സ് അല്ലെങ്കിൽ ബാറ്ററി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും മിക്ക വണ്ടികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എഞ്ചിൻ റിലേറ്റഡ് ഇഷ്യൂസിലോട്ട് വരികയാണെങ്കിൽ അടുത്ത കാലത്തിൽ വന്ന പുതിയ വണ്ടികളിലൊന്നും എഞ്ചിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഫസ്റ്റ് ബാച്ചിൽ വന്നതായിട്ട് കേട്ടിട്ടില്ല. മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഉണ്ടാവാം. അതിപ്പോൾ ഫസ്റ്റ് ബാച്ചിന് ആവണമെന്നില്ല. ഒരുപാട് കാലമായിട്ട് പ്രൊഡക്ഷനുള്ള വണ്ടികളും ഡിഫക്റ്റീവ് യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇനി റൈഡ് ബൈ വയർ ആയതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാർബറേറ്റർ മാറി ഫ്യൂൽ എഞ്ചിനിലോട്ട് വന്നപ്പോൾ മാറ്റം പോലെ തന്നെയാണ് ഇതും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പണിന്ന് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും. പണ്ട് നമ്മൾ പഴയ നോക്കിയുടെ കീപാഡ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിലല്ലേ യൂസ് ചെയ്യുന്നത്. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശാവുന്ന കാര്യം നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് മോട്ടോർ സൈക്കിൾസിലിടുന്ന ടെക്നോളജിയും. ഇനി ഈ ബസ് ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റിവ്യൂഡിൽ വണ്ടിയുടെ റിഫൈൻമെൻറ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇതിന് ബസ് ഫീൽ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് ഫീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹയർ ആർപിഎംസിലേക്ക് കയറുമ്പോൾ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ തരിപ്പിനാണ് പറയുന്നത്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും, ഹാൻഡിലും മിറേഴ്സൊക്കെ വിറയ്ക്കുന്നത്. പക്ഷേ ബസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി ബുള്ളറ്റ് 500 GT 535 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോർക്ക് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് വണ്ടികളിൽ ലോങ് ടോർക്ക് അതിമാരകമായിരുന്നു. ടിപ്പിക്കൽ ലോങ് സ്റ്റോക്ക് റോയൽ എൻഫീൽഡ് വണ്ടികളായിരുന്നു രണ്ടും. സോ ടോർക്കിൻ്റെ കാര്യത്തിൽ ഹിമാലയൻ്റെ ഒരു കമ്പാരിസണേ വരുന്നില്ല. രണ്ടും പക്ക ടോർക്ക് മെഷീൻസ് ആയിരുന്നു. സോ എഞ്ചിൻ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ആന ആടിൻ്റെ വ്യത്യാസം ഈ വണ്ടികൾ തമ്മിലുണ്ട്. ഇനി ബിഗിനേഴ്സിനെ പറ്റിയ വണ്ടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ബിഗിനർ എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഒരു 100cc ബൈക്കിങ്ങിൽ ഓടിച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഹിമാലയൻ 450 ഓടിക്കാം, കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ എഞ്ചിൻ ഹാൻഡിൽ ചെയ്യാനും വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കംപ്ലീറ്റ് ബിഗിനറാണ് എന്ന് വെച്ചാൽ ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ടേ ഉള്ളൂ. ക്ലച്ച് കൺട്രോൾ അത്ര പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. ചെറിയ വണ്ടി സിറ്റീസിലൊക്കെ ഓടിച്ച് ചെറിയൊരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ഇതിലോട്ട് വരുന്നതായിരിക്കും പറ്റുക. കാരണം ഇതിന് പെർഫോമൻസും സൈസും ഒക്കെ കുറച്ച് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാം. ഹൈവേസിൽ അല്ലെങ്കിൽ ഓപ്പൺ റോഡ്സിൽ ആദ്യം ഓടിച്ചെന്ന് തെളിഞ്ഞിട്ട് സിറ്റീസിലോട്ടൊക്കെ വരികയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. KTMൻ്റെ എഞ്ചിൻസ് പോലെ അത്ര അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ ഓടിച്ച് തെളിയാനും പറ്റും. ടെസ്റ്റ് റൈഡ് ചെയ്ത സമയത്ത് ക്ലച്ച് മാത്രം യൂസ് ചെയ്തപ്പോൾ വണ്ടി പലപ്പോഴും ഓഫായി എന്നാണ് സച്ചിൻ പറഞ്ഞേക്കുന്നത്. സോ ഞാൻ ഓടിച്ച വണ്ടിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. 1600 റേഞ്ചിലാണ് ഇതിൻ്റെ ഐഡിയൽ RPM വരുന്നത്. സോ ഫസ്റ്റ് ഗിയറിൽ ഈവൻ വിത്തൗട്ട് ഇൻ ത്രോട്ടിൽ വണ്ടി ഈസിലി മൂവ് ചെയ്യേണ്ടതാണ്. ക്ലച്ചിന് തീരെ പ്ലേ ഇല്ലാത്തതുകൊണ്ടായിരിക്കും വണ്ടി ഓഫായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയൊക്കെയാണ് ഹിമാലയൻ 450 പറ്റി എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂള്ള ആൻസേഴ്സും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്, ബൈ ബൈ.